ഓൺലൈൻ ബാങ്കിംഗ് ഗുരുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതായത് HUF എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് സാധാരണ കേരളത്തിൽ അധികം പരിചയമുള്ള വാക്കല്ല HUF എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെ ഇത് പരിചയക്കുറവുള്ള ഒരു കാര്യമാണ്. പക്ഷെ നോർത്തിലേക്കൊക്കെ പോകുന്തോറും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷനിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഈ HUF എന്ന് പറയുന്നത്. എന്താണ് HUF എന്ന് നമുക്ക് നോക്കാം. HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു നിയമത്തിന്റെ കീഴിൽ HUF എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആൻസെസ്റ്റർ, അതായത് ഒരു പൂർവികനിൽ നിന്ന് ലീനിയലി ഡിസെൻഡഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ചേരുന്നതാണ്. അതായത് അവരുടെ ഭാര്യമാരും കല്യാണം കഴിക്കാത്ത പുത്രിമാരും എല്ലാവരും കൂടി ചേരുന്നതാണ് ഒരു HUF എന്ന് പറയുന്നത്. ആൻഡ് HUF കനോട്ട് ബി ക്രിയേറ്റഡ് അണ്ടർ എ കോൺട്രാക്ട്. ഇതൊരു കോൺട്രാക്റ്റിന്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്യാനൊക്കുന്നല്ല, പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് ക്രിയേറ്റ് ആയി വരുന്നതാണ്. Hindu undivided family is treated as a person under section 231 of the Income Tax Act 1961. ഇത് ഒരു പേഴ്സൺ, അതായത് സ്റ്റാറ്റസ് ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. HUF is a separate entity for the purpose of assessment under the Income Tax Act 1961. അതായത് ഒരു കുടുംബത്തിലെ കുറെ ആൾക്കാരെ എല്ലാവരോട് ചേർന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ HUF എന്ന് പറയുന്നത്. പക്ഷെ അവർക്കെല്ലാം അവരുടേതായ പ്രത്യേകമായ ഇൻകം പാൻ നമ്പരും ഇൻകം ടാക്സും ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന HUF-ഉം ഒരു പേഴ്സണായിട്ടാണ് ഇൻകം ടാക്സ് ആക്ടില് ഒരു പ്രത്യേക പേഴ്സൺ, സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേക പാൻ നമ്പരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. HUF consists of male members descended lineally from a common male ancestor, together with their mothers, wives, or widows and unmarried daughters, bound together by the fundamental principle of family relationship, which is the essence and distinguishing feature. അതായത് മെയിൽ മെമ്പേഴ്സ് ഡിസെൻഡഡ് ലീനിയലി ഫ്രം എ കോമൺ മെയിൽ ആൻസെസ്റ്റർ, ഒരു കോമൺ ആയിട്ടുള്ള മുൻഗാമിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പൂർവികനിൽ നിന്നും അവരുടെ അമ്മമാര്, ഭാര്യമാര്, വിധവകൾ ഉണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവര്, അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഫാമിലി റിലേഷൻഷിപ്പിന്റെ ബേസിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒന്നാണ് ഈ HUF എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ആൻഡ് ദ മെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി ഗെറ്റ്സ് ദ റൈറ്റ് ഇൻ ദ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ബൈ ബർത്ത്. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമെങ്കിലും മെയിൽ മെമ്പേഴ്സ്, അതായത് പുരുഷന്മാർക്കാണ് ഇതിൽ ആധിപത്യം കൂടുതലായിട്ടുള്ളത്. എ മേജർ മെയിൽ മെമ്പർ ഓഫ് HUF ഈസ് കോൾഡ് എ കോ പാഴ്സണർ. അതായത് മേജർ ആയിട്ടുള്ള ഒരു മെയിൽ മെമ്പറിനെ ഇതിൽ കോ പാഴ്സണർ എന്ന് വിളിക്കും. പക്ഷെ അതിന്റെ ലീഡർ എപ്പോഴും അറിയപ്പെടുന്നത് കർത്ത എന്ന പേരിലാണ്. ഇനി നമുക്ക് ലോ ഗവേണിംഗ് HUF എന്ന് നോക്കാൻ എന്താണ്. HUF ഈസ് ഗവേൺഡ് ബേസിക്കലി ബൈ 2 സ്കൂൾ ഓഫ് തോട്ട്സ്. 2 ചിന്താഗതികളുടെ ബേസിലാണ് ഇത് ഗവേൺ ചെയ്തിരിക്കുന്നത്. ഒന്ന് ദയാഭാഗ് ലോ, ഇത് ബംഗാളും അതിനോട് ചേർന്നുള്ള മറ്റ് ബംഗാൾ പ്രൊവിൻസിൽ വന്നിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രാക്ടീസിലുള്ളതാണ്. രണ്ടാമത്തേത് മിതാക്ഷര ലോ, അത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അങ്ങനെ 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻ റെസ്പെക്ട് ഓഫ് ദ റൈറ്റ് ഓവർ ദ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി. ഈ പൂർവിക സ്വത്തിലുള്ള അവകാശത്തിന്റെ ബേസിലാണ് ഇത് രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഇൻ മിതാക്ഷര ലോ അനുസരിച്ച് ദ റൈറ്റ് ഓവർ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടീസ് ബൈ സക്സഷൻ, പിന്തുടർച്ചാവകാശം അനുസരിച്ചാണ് മിതാക്ഷര ലോയുടെ കീഴിൽ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിൽ അവകാശം വരുന്നത്. എന്നാൽ ദയാഭാഗ ലോയിൽ the son acquires the right over the ancestral property for the first time on the father's death. അച്ഛൻ മരിക്കുമ്പോൾ മകൻ ആ റൈറ്റ് ക്ലെയിം ചെയ്യുന്നു. അതായത് സർവൈവർഷിപ്പ് ആയിട്ട് വരുന്നു. ഒന്ന് സക്സഷൻ, അതായത് മിതാക്ഷര ലോയിൽ സക്സഷൻ, അതായത് പിന്തുടർച്ചാവകാശം. പക്ഷേ ദയാഭാഗ് ലോയിൽ അത് സർവൈവർഷിപ്പ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. The law governing HUF is codified under Hindu code.
and succession among Hindus is governed by the Hindu Succession Act. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അനുസരിച്ചാണ് ഇതിലെ ലോ എല്ലാം ഗവേൺ ചെയ്തിരിക്കുന്നത്. ഈ ഹിന്ദു സക്സഷൻ ആക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബാധകമായിട്ടുള്ളത് ടു എനി പേഴ്സൺ ഹു ഇസ് എ ഹിന്ദു ബൈ റിലീജിയൻ ഇൻ എനി ഓഫ് ഇറ്റ്സ് ഫോംസ് ഓർ ഡെവലപ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് എ വീരശൈവ, എ ലിംഗായത് or a follower of the Brahma Samaj, Prarthana Samaj or Arya Samaj. ഏത് രീതിയിലുള്ള ഹിന്ദു ആയാലും, അതായത് അതിന്റെ രീതി കൊണ്ടോ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടോ വന്നിട്ടുള്ള, അതായത് വീരശൈവ എന്നുള്ളതിൽ നിന്ന് തുടങ്ങി ലിംഗായത്തില് അല്ലെങ്കിൽ ഒരു ബ്രഹ്മസമാജിന്റെയോ പ്രാർത്ഥനാ സമാജിന്റെയോ ആര്യ സമാജിന്റെയോ ഒരു ഫോളോവർ ആണെങ്കിലും അത് ഹിന്ദുവിലോട്ട് വരും. അടുത്തത് എനി പേഴ്സൺ ഹു ഇസ് എ ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് റിലീജിയൻ, ഇങ്ങനെയുള്ളവരൊക്കെ എല്ലാം ഹിന്ദുവാണ്. അല്ലെങ്കിൽ ടു എനി അതർ പേഴ്സൺ ഹു ഈസ് നോട്ട് എ മുസ്ലിം, മുസ്ലിം അല്ലാത്ത, ക്രിസ്ത്യൻ അല്ലാത്ത, പാഴ്സി അല്ലാത്ത അല്ലെങ്കിൽ ജൂ അല്ലാത്ത, unless it is proved that such a person would have been governed by the Hindu law or any custom or usage of that law for any of the matters in that if the act had not been passed. ഈ ആക്ട് പാസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വേറെ ഏതിലെങ്കിലും വരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചുള്ളവരെല്ലാം ഹിന്ദുക്കളായിട്ടാണ് കണക്കുകൂട്ടിയിരിക്കുന്നത്. The Hindu Succession Amendment Act 2005 has given equal rights to male and female. അതായത് 2005 വന്നിട്ടുള്ള ഹിന്ദു സക്സഷൻ, ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ അമെന്റ്മെന്റ് അനുസരിച്ച് 2005 ചെയ്തിട്ടുള്ള അനുസരിച്ച് മെയിലിനും ഫീമെയിലും, ആണുങ്ങൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശമാണ് ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്തുടർച്ചയിൽ. സോ എ ഡോട്ടർ ഓൾസോ അക്വയർ സ്റ്റാറ്റസ് ഓഫ് എ കോ പേഴ്സണർ ഇൻ എ HUF. നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൽ മെമ്പേഴ്സിനെ കോ പേഴ്സണേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതനുസരിച്ച് 2005 അമെന്റ്മെന്റ് അനുസരിച്ച് ഒരു പുത്രിയും കോ പേഴ്സണലായിട്ട് അറിയപ്പെടും. ഇൻ വ്യൂ ഓഫ് ദിസ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി മെയിൽ മെമ്പർ, ഇതിന്റെ രീതിയിൽ ഒരു പുരുഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഓൾ മെയിൽ മെമ്പേഴ്സ് ആർ മൈനർ, എല്ലാ പുരുഷന്മാരും മൈനർ ആണെങ്കിൽ ഒരു ഫീമെയിൽ മെമ്പർ ക്യാൻ ബിക്കം കർത്ത ഓർ മാനേജർ ഓഫ് HUF. ഒരു ഫീമെയിൽ മെമ്പർക്ക് കർത്തയാകാം അല്ലെങ്കിൽ HUFന്റെ മാനേജരാകാം, അതായത് HUFനെ കൺട്രോൾ ചെയ്യാനും. ഇനി ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ്? സ്റ്റാറ്റസ് നേരത്തെ പറഞ്ഞു, HUF കനോട്ട് ബി ടേംഡ് ആസ് എ പേഴ്സൺ ബട്ട് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. പേഴ്സൺ ആയിട്ടാണ് ഇൻകം ടാക്സ് ആക്ടിൽ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. HUF ഹാസ് ഇറ്റ്സ് ഓൺ പാൻ, നേരത്തെ പറഞ്ഞു, ഇതിന് അതിൻ്റെതായ പാൻ ഉണ്ട്, അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് കൊടുത്തിട്ടുണ്ട്. It is necessary to know whether an HUF is formed under ദയാപാഗ് law or മിതാക്ഷര law. അതിന് മുമ്പ് പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് ദയാപാഗ് ലോ അനുസരിച്ചാണോ മിതാക്ഷര ലോ അനുസരിച്ചാണോ ഇത് ഈ HUF കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ആദ്യമേ അറിയേണ്ട ആവശ്യമുണ്ട്. ഇനി മാനേജ്മെന്റ് ഓഫ് ബിസിനസ് ഓഫ് എ HUF. ഒരു HUFന്റെ ബിസിനസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നോക്കാം. ഒരു HUFല് as long as members remain undivided, അതിൽ മെമ്പേഴ്സ് അംഗങ്ങൾ അൺഡിവൈഡഡ്, അതായത് ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം കാലം, ദ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി ഈസ് എൻറ്റൈറ്റിൽഡ് ടു മാനേജ് ദ ഫാമിലി പ്രോപ്പർട്ടീസ്. ഏറ്റവും പ്രായ കൂടിയ മെയിൽ മെമ്പർ പുരുഷനായിരിക്കും ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ അവകാശപ്പെട്ടിരിക്കുന്നത്. ആ ആളിനെ മാനേജർ അല്ലെങ്കിൽ കർത്ത എന്ന് വിളിക്കും. അപ്പോൾ ദ ഡെത്ത് ഓഫ് ദ കർത്ത, ഈ കർത്ത മരിക്കുമ്പോൾ എ മെയിൽ കോ പേഴ്സണർ, പിന്നെ താഴെയുള്ള അവരെല്ലാം കോ പേഴ്സണേഴ്സ് എന്നാണ് വിളിക്കുന്നത്, അതിലുള്ള എ മെയിലായിട്ടുള്ള കോ പേഴ്സണർ ക്യാൻ ബിക്കം എ കർത്ത. അയാൾക്ക് കർത്തയാകാൻ നോക്കും. അവർ എ മെയിൽ മൈനർ ക്യാൻ ആക്ട് എസ് എ കർത്ത ഓഫ് HUF ത്രൂ ഹിസ് നാച്ചുറൽ ഗാർഡിയൻ. ഒരു മൈനർ മെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ആളിന് കർത്തയായിട്ട് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ഗാർഡിയനിൽ കൂടെ ചെയ്യേണ്ടി വരും. ഇൻ കേസ് ഓഫ് എന്തെങ്കിലും ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ തർക്കങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കോ പേഴ്സണേഴ്സ് ആരാകണം എന്നുള്ളതിനാണ് ഹു ഷുഡ് ബി ദ കർത്ത ഓഫ് HUF. കോ പേഴ്സണേഴ്സിൽ ആരാണ് കർത്തയാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കോടതി ഇതിനെക്കുറിച്ച് തീരുമാനിക്കുന്നിടം വരെ കോടതി ഒരു കർത്തായെ അപ്പോയിന്റ് ചെയ്യും. Karta occupies a position superior to that of the other members insofar as he manages the family property. ഈ കർത്ത എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ആള് മറ്റുള്ളവരെ കയ്യിൽ
സുപ്പീരിയർ ആയിരിക്കും. അയാൾ എത്ര കാലം ഫാമിലി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിസിനസ് നോക്കി നടത്തുന്നു എന്നുള്ളതിന്റെ അനുസരിച്ച്. ദിസ് അതോറിറ്റി കംസ് ടു എ പേഴ്സൺ ബൈ ബർത്ത്. ഇത് ജന്മനാ കിട്ടുന്ന ഒരു അവകാശമാണ്. ആൻഡ് ഹി ഡസ് നോട്ട് ഓവ് ഇറ്റ് ടു ദ കൺസെന്റ് ഓഫ് അതർ കോപാഴ്സൺ. മറ്റ് കോപാഴ്സണേഴ്സിന്റെ അനുമതി അല്ലെങ്കിൽ സമ്മതത്തിന്റെ ആവശ്യമില്ല. കാരണം ഇത് ജന്മനാ കിട്ടുന്ന ഒരു അവകാശമാണ്. ദ ലയബിലിറ്റി ഓഫ് ദ കർത്ത ഈസ് അൺലിമിറ്റഡ്. അതാണ് പ്രത്യേകം ഓർക്കാനുള്ളത്. കർത്തായുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. പക്ഷേ കോപാഴ്സണേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയറിന് ആനുപാതികമായിട്ട് ലിമിറ്റഡ് ആണ്. ഇതാണ് ഇതിലുള്ള വ്യത്യാസം. When adult co-partners join the contract themselves along with the karta or ratify the contract entered into by the karta, they become personally liable for the loan. ഒരു അഡൽട്ട് കോപാഴ്സണർ ഒരു കോൺട്രാക്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കർത്തയോട് ഒപ്പം ചേർന്ന് കോൺട്രാക്ട് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റാറ്റിഫൈ ദ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻറ്റു ബൈ ദ കർത്ത എൻ്റർ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് റാറ്റിഫൈ ചെയ്യുമ്പോൾ അവര് പേഴ്സണലി ലയബിൾ ഫോർ ദ ലോണിന് പേഴ്സണലി ലയബിൾ ആവും. ബാങ്ക്സ് പ്രിഫർ ടു ഗെറ്റ് ഓൾ ദ ഡോക്യുമെന്റ്സ്. അതുകൊണ്ടാണ് ഈ കർത്ത HUF ബേസിൽ കൊടുക്കുന്ന ലോണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് താല്പര്യപ്പെടുന്നത് കർത്തയെന്ന് മാത്രമല്ല, കർത്തയും കോപാഴ്സണേഴ്സും എല്ലാവരും ചേർന്ന് ആ ഡോക്യുമെന്റ് ജോയിൻ ചെയ്യാൻ പറയും. ഇതിന് പൊതുവായിട്ട് ഒരു HUF ലെറ്റർ ഉണ്ട്. HUF ലെറ്റർ എന്ന് പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള ലെറ്റർ ഉണ്ട്. അതാണ് സാധാരണ ബാങ്ക് വാങ്ങിക്കുന്നത്. പക്ഷെ അത് കൂടാതെ കർത്തയും കോപാഴ്സണേഴ്സും കൂടെ അതിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറയും. ദ കർത്ത ഹാസ് ദ അതോറിറ്റി ടു ബോറോ മണി ഫോർ ദ ഫാമിലി ഓർ ആൻസെസ്ട്രൽ ബിസിനസ്. കർത്തയ്ക്കാണ് അധികാരമുള്ളത്. അതായത് ആൻസെസ്ട്രൽ ബിസിനസ്സിനോ അല്ലെങ്കിൽ ഫാമിലിയുടെ ആവശ്യത്തിനോ പണം കടമെടുക്കാനുള്ള അവകാശം കർത്തയ്ക്ക് മാത്രമേ ഉള്ളൂ. But the burden of proof regarding necessity for a loan or the family purpose or not lies on the lender. അത് കടം കൊടുക്കുന്ന ആരാണോ ആ ആളാണ് അത് തീരുമാനിക്കേണ്ടത്. കാരണം ഈ ഇങ്ങനെ ഫാമിലി പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടി ഒരു ലോണിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം. ഇനി കർത്തായുടെ പവേഴ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കർത്തയുടെ പവർ എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഓഫ് ദ മാനേജർ ഓർ കർത്ത ഈസ് as follows. Right to possession and management of the joint family property. ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി പൊസസ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനുമുള്ള റൈറ്റ് കർത്തയ്ക്കാണ്. റൈറ്റ് ടു ഇൻകം ഫ്രം ദ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി. ഈ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം ത്തിനുള്ള അവകാശം കർത്തയ്ക്കാണ്. ജോയിന്റ് ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യാനുള്ള അവകാശം കർത്തയ്ക്കാണ്. ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി ഫാമിലിയുടെ ആവശ്യത്തിന് വേണ്ടി വിൽക്കാനുള്ള അവകാശവും കർത്തയ്ക്കാണ്. അപ്പം പവേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ റൈറ്റ് ടു പൊസഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദി ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി, റൈറ്റ് ടു ഇൻകം ഫ്രം ദ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടി. ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിക്കുള്ള പൊസഷന് അല്ലെങ്കിൽ മാനേജ്മെന്റ്, അതിൽ നിന്നുള്ള ഇൻകം ക്ലെയിം ചെയ്യാം. അത് പിന്നെ ജോയിന്റ് ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യാനുള്ള റൈറ്റ്, പിന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശവും കർത്തയ്ക്കാണ്. ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ. ഡ്യൂട്ടീസ് ഓഫ് ദ കർത്ത ആസ് ഫോളോസ്. ഡ്യൂട്ടി ടു റൺ ദ ഫാമിലി ബിസിനസ്. ഫാമിലി ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റൺ ചെയ്യാനുള്ള ഡ്യൂട്ടി, ഉത്തരവാദിത്തം കർത്താവിടെയാണ്. ആൻഡ് മാനേജ് ദ പ്രോപ്പർട്ടി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ ബെനിഫിറ്റിന് വേണ്ടി ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കർത്തായ്ക്കുള്ളതാണ്. ഡ്യൂട്ടി ടു അക്കൗണ്ട് ഫോർ ദ ഇൻകം ഫ്രം ദ ജോയിന്റ് ഫാമിലി ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി. ഈ ജോയിന്റ് ഫാമിലി ബിസിനസ്സിൽ നിന്നും ആ പ്രോപ്പർട്ടിയിൽ നിന്നും ഉള്ള ഇൻകത്തിന്റെ അക്കൗണ്ടിങ്, കണക്കുകളൊക്കെ സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കർത്തയ്ക്ക് അല്ലെങ്കിൽ മാനേജർക്കുള്ളതാണ്. ഇനി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന്റെ ഡീലിങ്സ്. Bank dealing with the HUF should know the Karta and ensure that Karta deals with the bank and borrows only for the benefit of joint family business. അപ്പൊ ഇതിന് കർത്ത ആരാണെന്ന് അറിയണം, കർത്തയെ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഈ കർത്ത ഡീൽ ചെയ്യുന്നതെല്ലാം ബോറോസ് അല്ലെങ്കിൽ കടം വാങ്ങിക്കുന്നതെല്ലാം only for the benefit of joint family business, അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലിയുടെ ആവശ്യത്തിലേക്കോ അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലിയുടെ ബിസിനസ്സിലേക്കോ ആണ്. അതായത് പേഴ്സണൽ ആവശ്യത്തിനായിട്ടൊന്നും നടക്കുകയല്ല. അതിനൊന്നും കൊടുത്തു കഴിഞ്ഞാൽ HUF ഉത്തരവാദിത്വം എടുക്കുകയല്ല. അതുപോലെ കർത്ത ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. കർത്തായി ചെയ്യുന്നത് ജോയിന്റ് ഫാമിലിക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റിന് വേണ്ടിയാണെന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. Application to open an account must be signed by all the members and all adult members should be made jointly and severally liable for any borrowings. ആപ്ലിക്കേഷൻ എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. എല്ലാ അഡൽട്ട് മെമ്പേഴ്സ് ഷുഡ് ബി മെയ്ഡ് ജോയിന്റ്ലി ആൻഡ് സെവർലി ലയബിൾ. അഡൽട്ട് മെമ്പേഴ്സ്
ജോയിന്റിലെയോ അല്ലെങ്കിൽ സെവറലിലെയോ ലയബിൾ ആയിരിക്കും എന്ത് ബോറോയിങ് നടത്തിയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ട് ഓവർഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് ബാങ്ക് ഇതിനു വേണ്ടി ഓർക്കാനുള്ളത്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള HUF, അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ കുറിച്ച് പറയാനുള്ളത്. ഇഫ് യു ഫീൽ ദ കണ്ടന്റ്സ് ആർ റിലവന്റ്, പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, ദെൻ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ഓൺ ബാങ്കിങ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാധാരണ അധികം കേരളത്തിൽ പ്രാക്ടീസ് ഉള്ളതല്ല. പക്ഷേ ബാങ്കിങ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ബാങ്കിങ്ങിൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ JIBയുടെ എക്സാം എഴുതുന്നവർക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളിത് നല്ലപോലെ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.